നമ്മൾ പല വിധത്തിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളും പീസോഇലക്ട്രിക് ക്രിസ്റ്റലുകൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. മെറ്റാലിക് എൻക്ലോഷറിലുള്ള ഈ ഒരു ക്രിസ്റ്റലും അതുപോലെ തന്നെ സെറാമിക് ക്രിസ്റ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സെറാമിക് ക്രിസ്റ്റലുകൾ അഥവാ റെസൊണേറ്ററുകൾ നിർമ്മിച്ചിട്ടുള്ളത് ലെഡ് സിർക്കോണേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൊണ്ടാണ്. ഇത് വളരെയധികം വിലക്കുറവും വളരെ വ്യാപകമായിട്ട് ലഭ്യമാകുന്ന ഒന്നാണ്. എന്നാൽ ഇത്തരം ക്രിസ്റ്റലുകൾക്ക് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വളരെയധികം കുറവായിരിക്കും, ടോളറൻസ് ലെവൽ കൂടുതലായിട്ടുണ്ട്. അത്രമേൽ ആക്യുറസി വേണ്ടാത്ത സർക്യൂട്ടുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ, പ്രത്യേകിച്ച് അനലോഗ് സർക്യൂട്ടുകളിൽ. ഇനി നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇതുപോലെ 2 പിന്നുള്ള റെസൊണേറ്ററും അതുപോലെ 3 പിന്നുള്ള സെറാമിക് റെസൊണേറ്ററും കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. 2 പിന്നുള്ള ക്രിസ്റ്റലിനകത്ത് ഇന്റേണൽ കപ്പാസിറ്റർ കാണത്തില്ല. എന്നാൽ 3 പിന്നുള്ള ക്രിസ്റ്റലിൻ്റെ അകത്ത് ഓരോ ലീഡിലും കപ്പാസിറ്റർ കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത്തരം ക്രിസ്റ്റലുകൾക്ക് വളരെയധികം ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി കാണും. ഇതുകൂടാതെ വളരെ പെട്ടെന്ന് ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും ഫ്രീക്വൻസി ജിറ്ററിംഗ് ഒക്കെ കുറയ്ക്കാനും ഈ കപ്പാസിറ്ററുകൾ സഹായകരമാണ്. അതുകൊണ്ടാണ് 3 പിൻ ക്രിസ്റ്റലുകൾ കൂടുതലും കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ അകത്തെ ഇന്റേണൽ കപ്പാസിറ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന പാരലായിട്ട് കൊടുക്കുന്ന കപ്പാസിറ്റർ സഹായകരമാണ്. ഇനിയുള്ളതാണ് ക്വാർട്സ് ക്രിസ്റ്റലുകൾ. നമ്മൾ മുൻപ് കണ്ട സെറാമിക് ക്രിസ്റ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടറും കൂടുതലാണ് ഈ ടൈപ്പ് ക്രിസ്റ്റലുകൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. കാരണം കൃത്യമായിട്ടുള്ള പൾസുകൾ അതിൻ്റെ 1 മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസം ഇതിൽ വരാൻ സാധ്യത ഇല്ല. ഇനി ഇതൊന്നും കൂടാതെ ക്രിസ്റ്റൽ ഓസിലേറ്റർ മൊഡ്യൂളുകൾ നമുക്ക് ലഭ്യമാണ്. ഇതേപോലെ സ്ക്വയർ ഷേപ്പിലുള്ള. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഓസിലേറ്ററും ആംപ്ലിഫയറും എല്ലാ സംഗതികളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മൊഡ്യൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് പവർ സപ്ലൈ കൊടുത്താൽ നല്ല ഗെയിനോട് കൂടിയിട്ടുള്ള ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക് സ്റ്റെപ്പുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.